അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ചർച്ചയാക്കുക ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತಾയിട്ടിരിക്കും. ഞങ്ങളെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ളതും പഠിക്കൽ നിർബന്ധമുള്ളതും പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ആഫത്തുകൾ നിങ്ങളെ എത്തുപാട്ടതുമായ ഒരു ടോപ്പിക്കിന്റെ വിഷയത്തിലായിട്ടിരിക്കും. അതായത് പെണ്ണുങ്ങൾക്ക് മാത്രം സംബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഹൈദ്, നിഫാസ്, ഇസ്തിഹാദത്ത്. ഇതിന്റെ വിഷയത്തിൽ ഒരു ചെറിയ നിരക്കുള്ള ഒരു ചർച്ച നിങ്ങളെ പെണ്ണുങ്ങൾ യൂസ്ഫുൾ ആവരമിക്കത്തൊരു ഇൻഫോർമേഷൻ ആയിട്ടിക്കട്. ഇത് ചിലപ്പോൾ ഈ ചൊന്നത്തള്ളിൽ എൻ്റെ മേലെ നിർബന്ധം കൂടി ആയിട്ടിക്കട്. അതുകൊണ്ടായിട്ടിക്കണം എൻ്റെ കർത്തവ്യ ഞാൻ നിർവഹണാക്കിക്കൊണ്ടുള്ളത്. ചമ്മ പെണ്ണിങ്ങ ഇതിന്റെ വിഷയത്തിൽ പഠിക്കാത്തങ്ങ ഉള്ളാറ്, പഠിച്ചങ്ങ ഒരു ഭാഗത്തുള്ളാറ്, പഠിക്കാത്തങ്ങ ഉള്ളാറ്. പഠിക്കാത്തങ്ങ എന്ത് കാരണമായിട്ട് കേട്ടെങ്കിൽ പണ്ട് മദ്രസ പഠിക്കുമ്പോൾ ഇതിന്റെ വിഷയത്തിലൊന്നും നിങ്ങൾക്ക് യാർത്തിൽ അകത്യ വന്നില്ല, അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നും ചൊല്ലാറ്. പിന്നെ അകത്യ വന്നപ്പമാ പഠിപ്പാട്ടി തറ ആളില്ലാണ്ടും അതെന്തായിപ്പോയി, പല പെണ്ണിങ്ങും അത് മിസ്സായിപ്പോയി. പിന്നെ പല പെണ്ണിങ്ങും അങ്ങ് അകത്യ വരുമ്പോൾ ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോരാളുടെ കേട്ടിട്ട് അവിടെ അഡ്ജസ്റ്റ് ആക്കി പോകേണ്ടത്തെ ചില അവസ്ഥയും നിങ്ങളെ മുന്നിൽ കാണുമ്പോൾ സാധ്യമാവും. ഇന്നത്തെ ഈ വീഡിയോയിലോ ഒരു പെണ്ണിങ്ങൾക്ക് ഇത്രത്തോളം നിർബന്ധിച്ചെന്നെങ്കിൽ എല്ലാ തിങ്ങളും ഒരു പെണ്ണുങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. ഈ ഇൽമും ഈ പഠിക്കലനിക്കത്തെ വിഷയം അഗത്യമുണ്ട്. അത്രയും ഇൻഫോർമേഷൻ, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും ഇത് കൃത്യമായിട്ടും നല്ലതുപോലെ ബുദ്ധിയോടെ ഇതൊന്ന് കേട്ട് പഠിച്ചിട്ട് ഇത്രേ അഗത്യമുള്ള സഹോദരിമാർ ഉമ്മമാർക്ക് എത്തുപാട്ടി കൊടുക്കണം. ഇൽമു പഠിക്കുന്നതിലും ഇൽമു എന്നത്തെ പഠിക്കോ കാരണാവുന്നതിലും വലിയ ബറക്കത്തുണ്ട്. അല്ലാഹു തആല ഇൽമുറ ബറക്കത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, വിഷയത്തിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള ഈ ഹൈദ് ചൊല്ലത് അതൊരു രോഗമല്ല, അതൊരു സീക്കായിട്ട് നിങ്ങാറും കണക്കാക്കുക തീരാം. ഹൈദുള്ളത് നിഫാസുള്ളത് അതൊരു പെണ്ണുങ്ങളെ ജീവിതത്തിൽ ഉള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ടിരിക്കണം. ഇത് ഇല്ലെന്നായിട്ടിരിക്കുന്ന ഒരു പെണ്ണുങ്ങൾക്ക് കുറത്ത്, ഒരു പെണ്ണുക്ക് ഹൈദായെങ്കിൽ അതുള്ള എന്താ ഒരു കുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ തീരാം. ഹൈദായിട്ടില്ലെങ്കിൽ അത് വേണമെങ്കിൽ ഒരു കുറത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു പെണ്ണ് കൈക്കൊണ്ടായ എനിക്കത്ത് ഒരു പെണ്ണ് ചൊല്ലുമ്പോൾ നിങ്ങൾ ആലോചന ആക്കണം. ഗർഭ ധരിച്ചിട്ട് ഒലിമ്പ തിങ്കളത്തോളം എങ്ങനെ ഒരു കിടാവിനെ ഭയത്തിൽ വെച്ചിട്ട് ഈ പെണ്ണിങ്ങ ശ്വസിക്കുന്ന വായു ആ കിടാവുക വായു, ഈ പെണ്ണിങ്ങ അനുഭവിക്കുന്ന നൊമ്പല ആ കിടാവിന്റെ ഭാഗത്തിലുള്ള നൊമ്പല, ഇങ്ങനെ എല്ലാം ആയിട്ട് ഈ കിടാവുകളുടെ ഫുഡും ഈ പെണ്ണിങ്ങ തിന്നുന്ന ഫുഡായിട്ടിക്കട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം ഇത്രയും അത്ഭുതമായ എന്തുമില്ലാത്ത ചെറിയ ഒരു ഇന്ദ്രിയത്തുള്ളി, മനീയന്റെ ചൊല്ലണക്കത്ത് ഇന്ദ്രിയത്തുള്ളി, അത് പല രൂപത്തിലും വികസനമായിട്ട് ചേഞ്ച് ചെയ്ത് ടൈം എടുത്തിട്ട് ഇങ്ങനെയുള്ള ആയിട്ട് ഒലിമ്പ തിങ്ങളും ഒലിമ്പ നാളാവുമ്പോൾ ഒരു പെണ്ണിങ്ങ ഒരു കിടാവുക ജന്മ കൊടുക്കുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ എത്രമാത്രം അത്ഭുതമായിട്ടിരിക്കും അല്ലാഹു തആല ഒരു പെണ്ണുങ്ങളെ ശരീരത്തിൽ വെച്ചത്. ആ അദ്ഭുത പോലെ ആവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ഹൈദാവുകാണ്ടുള്ളത്. അപ്പൊ ഹൈദുള്ളത് അതൊരു രോഗമായിട്ട് നിങ്ങൾ കാണണ്ട, നാച്ചുറൽ ആയിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് ഇക്കൊണായ എനിക്കത്തെ ഒരു വിഷയമായിട്ട് നിങ്ങൾ അർത്ഥാക്കിയിട്ട് നിങ്ങൾ അതൊരു വിഷയത്തിൽ പഠിക്കണം. നിങ്ങൾ ഹൈദായെങ്കിൽ എന്തരാക്കണം, നിഫാസിന്റെ ടൈമുള്ളൂ, ഇസ്തിഹാദത്തായെങ്കിൽ എന്തരാക്കണം ചെന്നിട്ട് പഠിക്കുമ്പോഴത്തെ ഒരു വീഡിയോ. ഫസ്റ്റ് ഇത് ഞാൻ ഹൈദിനെ ಬಗ್ಗೆ ചൊന്നു തന്നെ. ഹൈദ് ചൊന്നെങ്കിൽ അഖല്ലുൽ ഹൈദി യൗമുൻ വലൈലത്തുൻ. ഹൈദ് ചൊന്നെങ്കിൽ ഷോർട്ട് ചൊന്നെങ്കിൽ എത്ര ഇക്കോണു, യൗമുൻ വലൈലത്തുൻ, ഒരു നാൾ ജാവും പോലുമായിട്ട് ഒരു നാളെങ്കിലും ഇക്കണം. എന്തായിട്ടല്ലേ ഹൈദ് ചൊന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു നാളെങ്കിൽ ഇക്കണം. അക്സറും അങ്ങനെ യാറെ ചൊന്നെങ്കിൽ എത്ര നാൾ പോവാ, 15 നാളത്തോളം പോവാ. നിങ്ങൾക്ക് എല്ലാവരും ഗുണത്തുണ്ടത്. അപ്പൊ 15 നാളുടെ കാണാൻ യാറാവതും തീറ, ഒരു നാളുടെ കാണാൻ കുറയതും തീറ. ഈ ഒരു അവസ്ഥയിൽ ഒരു പെണ്ണിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ, ചോര പോക തുടങ്ങിയെങ്കിൽ അതിന്റെ പേരായിട്ട് ഹൈദ്. എന്തായിട്ടല്ലേ. ഇനി നിഫാസ് ചെന്നെങ്കിൽ എന്തോ ഒരു പെണ്ണിങ്ങ ഒരു കിടാവുക ജന്മ കൊടുക്കലോടെ വിലാദത്താവലോടെ അതിലൊട്ടിക ബ്ലീഡിങ് ആവും, ആ പോണ്ട രക്തത്തെ പേരായിട്ട് നിഫാസ് ഉള്ളത്. ഈ രണ്ട് ടൈമിലോ ഞങ്ങൾ നിസ്കരിക്കുന്നത് ഹറാമായിട്ടിക്കട്.
ഖുർആൻ ഓതുന്നതും ഖുർആൻ പിടിക്കുന്നതും ഖുർആൻ നോക്കുന്നതും ഹറാമായിട്ടിക്കിടും. ഖുർആൻ കേൾക്കുന്നത് ഹറാമില്ല. ഖുർആൻ നിങ്ങൾ വൈത്തൊക്കെ തീറ. ചില ആൾമാർ ചൊല്ലാറ് ഓതോ തീറ വൈത്തിട്ടോടെ ബെക്ക ഇല്ല, ശുദ്ധി ഇല്ലാണ്ട് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധി ഇല്ലാണ്ട് ഖുർആൻ തുടങ്ങു തീറ. അതുപോലെ തവാഫാക്കോ തീറ. അതുപോലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ഹറാമായത് നോമ്പ് പിടിക്കോ തീറ. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജാഗ്രത ആക്കണം. ഹൈലായ ടൈമിൽ നിസ്കരിക്കോ തീറ. അത് പിന്നെ കഥാ വിട്ടോണ കഥാ വിട്ടോ ഇല്ല. അതേ ടൈമിൽ ഒരു റമളാൻ പോലത്തെ നോമ്പായിട്ടിന്നെങ്ക റമളാൻ തിങ്കളിൽ ഒരു പെണ്ണിങ്ങൾക്ക് നോമ്പായെങ്കിൽ ഹൈലായെങ്കിൽ ആ പെണ്ണിങ് എന്താക്കും നോമ്പ് പിടിക്കോ തീറ. റമളാൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റമളാൻ ബണ്ടതിരെ മുന്നലായിട്ട് ആ നോമ്പ് പെണ്ണിങ്ങ കഥാ വിട്ടൽ നിർബന്ധമുള്ള വിഷയമായിട്ട് എല്ലാ പെണ്ണിങ്ങൾക്കും ಇದರ ಬಗ್ಗೆ സ്പഷ്ടമായ മാഹിത്യമുണ്ട്. ആരും നിസ്കരിച്ച് കഥാ വീട്ടിയുണ്ടില്ല. അതുപോലെ റമളാന്റെ ടൈമിൽ നോമ്പ് പിടിക്കില്ല. പിന്നെ നോമ്പ് പിടിക്കണു ബച്ചൽ കാട്ടിയിട്ട് നോമ്പ് ഇല്ലാണ്ടാക്കിയിട്ട് പിന്നത്തെ വർഷം വരുമ്പോൾ മുദ്ദു കൊടുത്തിട്ടും പിന്നെയും നോമ്പ് പിടിച്ചിട്ടും അങ്ങനെ പൾട്ടി മറിയതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടുള്ള. ഏതായാലും അപ്പൊ ഹൈന്നൊരു വിഷയം എന്നാ ചെന്നേ ഷോർട്ട് ചെന്നേ ഒരു നാൾ നിൽക്കണു. യാരെ ചെന്നേ 15 നാള് വിട്ടിട്ട് പിന്നെ ക്രോസ് ആകുന്നുണ്ടായെങ്കിൽ അത് ഹൈലായിട്ട് കണക്കൂട്ടുകില്ല. അതിന്റെ പേരായിട്ട് ഇസ്തിഹാദത്ത്. അല്ലെങ്കിൽ ഒരു നാളുടെ കണക്കൊരോടിയെ കണ്ട് ഒരു കണ്ടെത്ത് ബ്ലീഡിങ് ഒരു തെല്ല് പിന്നെ നോക്കുമ്പോൾ അതില്ലേ ഇല്ല. അങ്ങനെ ഒരു നാളുടെ കണക്കൊരോടി ഇല്ലെങ്കിൽ അതരോ ഇസ്തിഹാദത്തായിട്ട് കണക്ക് കൂട്ടണു. ചൊന്നത് ക്ലിയർ അല്ലേ? ഹൈല ടൈമിലും നിസ്കരിക്കുക തീറ. വെരി ക്ലിയർ. ഇപ്പൊ ഇവിടെ നടക്കൊരു സാധാരണ എങ്ങനെ ഉള്ളേ ചൊന്നെങ്കിൽ ഒരു പെണ്ണുക്ക് ഒരു 5 നാൾ എല്ലാ തിങ്കളും 5 നാളാ 6 നാളാ 7 നാളാ അങ്ങനെ ഇക്കറ്. ചില പെണ്ണുങ്ങൾക്ക് എല്ലാ തിങ്കളും 5 നാൾ, ചില പെണ്ണുങ്ങൾക്ക് എല്ലാ തിങ്കളും 6 നാൾ, ചില പെണ്ണുങ്ങൾക്ക് കറക്റ്റായിട്ടും എല്ലാ തിങ്കളും 7 നാളാവും. ഇത് സ്വാഭാവികമായിട്ട്. ചില പെണ്ണുങ്ങൾക്ക് എല്ലാ തിങ്കളും 10 നാളാവും. ഇത് ഭാരി കുറവായിട്ട്. ചില പെണ്ണുങ്ങൾക്ക് 15 നാളും എങ്ങനെ എവറി മന്ത് എല്ലാ തിങ്കളിലും 15 നാള് മെൻസസ് ആവറു. ഇത് ഭാരി കുറോടി ഉള്ളാനിക്കത്തെ ഒരവസ്ഥയായിട്ട് കുറേ പെണ്ണിങ് മാത്രമേ അങ്ങനെ ഉള്ളൂ. അങ്ങ് 15 നാളും നിസ്കരിക്കുക തീറ. 15 നാളും എന്താക്കോ തീറ ഖുർആന അത് തീറ. മക്കത്ത് പോയിട്ട് ഇന്നെങ്കിലും ഹറമിൽ ഇന്നെങ്കിലും പോലും തവാഫാക്കുക പോകുക തീറ. മക്കത്ത് പോയിട്ടല്ലേ ചെന്നിട്ട് അങ്ങനെ ആക്കോ തീറ. ഹൈഡ് ഇന്നെങ്ക് അശുദ്ധി ആയെങ്കിൽ എന്താക്കണു തവാഫാക്കുക ഇല്ല. ഏതായാലും ഞാൻ ചൊന്നു ಬಂದದ್ದು ഹൈദർത് വെരി ക്ലിയർ ആയിട്ട്. നിഫാസ് എടുത്തുന്ന ചൊന്ന പെത്തപ്പ ഒരു പെണ്ണിങ്ങൾക്ക് അവരെനിക്കത്തെ ബ്ലീഡിങ് റൈറ്റ് നിഫാസ് എന്ന് ചൊല്ലും. അത് എത്ര നാളിക്കത്? സാധാരണ ഒരു 25-30 നാൾ അങ്ങനെ ആയിട്ടിക്കട്. യാറ ചൊന്നെങ്കിൽ 60 നാൾ. 60 നാൾ കഴിഞ്ഞെങ്കിൽ പിന്നെ നിഫാസ് രക്തയിക്കല. യാറ ചൊന്നെങ്കിൽ 2 തിങ്കൾ 60 നാളായിട്ടിക്കട്. കുറോടി പിന്നെ സാധാരണ ലിക്കറുന്നതിനെ ചെന്നെങ്കിൽ ഒരു 25-30 നാളാകുമ്പോൾ പെണ്ണിങ്ങ ശുദ്ധിയാവാറ് കുളിക്കാറ്. കുറെ ആൾമാർ 25 ശുദ്ധിയായെങ്കും എങ്ങനെ പെത്തിട്ട് 25 നാളായിട്ട് അല്ലെങ്കിൽ 30 നാളാകുമ്പോൾ ശുദ്ധിയാവാറ്. ആയെങ്കുവാ 40 നാൾ തോളം വെച്ചിട്ട് ഇങ്ങനെ കാക്കാറ്. ശുദ്ധിയായെങ്കിലും കുളിക്കില്ല. എന്തേ അത് 40 കുളിക്കില്ല, 40 നാളാവണ്ടേ. 40 നാൾ കൊണ്ടുള്ളത് കണക്കല്ല, ശുദ്ധി ആവുന്നതായിട്ട്. അത് 7 ടൈമിലാവൂ ബ്ലീഡിങ് നിന്നിട്ട് കൺഫേം ആയെങ്കിൽ ആ പെണ്ണ് ക്ലീൻ ആയിത്ത് അവിടെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കൊണ്ടായെങ്കിൽ ಬೇಗ ಬಂತು ಫರ್ದ ಕುಳಿ ನಿಫಾಸ್ ಕುಳಿ ಕುಳಿച്ചിട്ട് ശുദ്ധിയാവണം, നിസ്കാരം എല്ലാം തുടങ്ങണോ. ഇങ്ങനെ ആയിട്ട് വിഷയ. ഇത് നോർമൽ എല്ലാവരും ഗൊಂತುള്ള വിഷയ. ഈ ഡൗട്ട് എന്തിനാ ചൊന്നെങ്കിൽ ചില പെണ്ണിങ്ങ ആവുരനിക്കത്തെ ചില ഒരു വിഷയമുണ്ട്. അതായിട്ട് ഇനി നാ ചർച്ചക്ക് പോകണം. ഒരു പെണ്ണ് എല്ലാ തിങ്കളും 5 നാൾ അവർക്ക് ഹൈലാവും. ഇത്രത്തോളം അങ്ങനെ ആയോണ്ട് വന്നേ. ഈ തിങ്കൾ ചൊന്നെങ്കിൽ ഇതിപ്പോ നവംബർ തിങ്കളല്ലേ, നവംബർ തിങ്കളിലും 1 പിടിച്ചിട്ട് 5 നാൾ ഒരു താരീഖിനെ പിടിച്ചിട്ട് 5 നാൾ തോളം 5 താരീഖ് തോളം ഹൈലൈറ്റ് ആയിട്ട് അവർ ഗൊಂತುണ്ട്. 5 നാളിക്കറുണ്ട്. 5 നാളാകുമ്പോൾ അത് ശുദ്ധിയായിട്ട് ഈ പെണ്ണ് കുളിച്ചിട്ടല്ല ആയിട്ട് ഒരു 2 നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 3 നാൾ കഴിഞ്ഞിട്ട് പെണ്ണുക്ക് ഹൈലൈറ്റ് ഓപ്പാസ് ബ്ലീഡിങ് ചോര കണ്ടെങ്കിൽ അവളെന്തിനാക്കണോ? അതിൽ ഇസ്തിഹാദത്തായിട്ട് കണക്കൂട്ടണ ഇല്ല. അവളൊന്ന് നോക്കണം. എന്നൊക്കെ ഹൈലായതിനെ പിടിച്ചിട്ട് ഈ സെക്കൻഡ് തോല് എത്ര നാളായിട്ട് കണക്കൂട്ടണം. ഹൈലായ ഫസ്റ്റ് നാളില്ലേ അണ്ടർ പിടിച്ചിട്ട് ഇന്റെ തോല് എത്ര നാളായിട്ട്. അപ്പോൾ നമുക്കൊന്നാവും ഒരു 7 നാളായിട്ട്. 5 നാളാകുമ്പോൾ ഞാൻ കുളിച്ച ശുദ്ധിയായിട്ട് 2 നാൾ, അപ്പോൾ 7 നാളായിട്ട്. അപ്പോൾ എന്താക്കണു? ഇസ്തിഹാദത്തായിട്ട് കണക്കൂട്ടൊക്കെ തീറാ ഹൈലായിട്ട് കണക്കൂട്ടണം. എന്തേ അവിടെ
ಹೈದಲ್ಲಿ ಯಾರ ಎತ್ತರ 15 ನಾள் തോള് പോവല്ലേ 15 നാളുടെ ഇടക് എപ്പ ശുദ്ധിയായി പിന്നെ 2 നാളോ 3 നാളോ എപ്പോഴും കാവട്ട് 15 നാളായിരം നോക്കണം ഹൈല് തുടങ്ങിയിട്ട് ഇന്ന് ആ നോക്കുമ്പോ 15 നാളുടെ ഉൾഗ ഈ അവസ്ഥ ഉണ്ടായതെങ്കിൽ അതിലെന്താക്കണോ ഹൈലായിട്ട് കണക്ക് കൂട്ടണോ നിസ്കരിക്കുക തീറ ഒന്നല്ലേ 15 നാളുകൾ കഴിഞ്ഞത് നമുക്ക് ഫസ്റ്റ് ഹൈലായ ആ നാളുടെ പിടിച്ച് ഇപ്പൊ നോക്കുമ്പോ 17 നാളായത് ആയെങ്ക അത് ഹൈലായിട്ട് കണക്കൂട്ടതാവറ ഒരിക്കലും ആവില്ല കാരണം എന്താ ഹൈലിൽ യാറെ ചൊന്ന 15 നാള് അപ്പൊ പിന്നെ അതിൽ ഇസ്തിഹാലത്തായിട്ട് കണക്കൂട്ടണോ അവിടെ പിന്നെ എന്താക്കണോ നിസ്കരിക്കൽ നിർബന്ധമായിട്ട് നിസ്കരിക്കണോ എങ്ങനെ നിസ്കരിക്കണോ എന്ന് ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് ചൊല്ലേ അപ്പൊ ഏതായാലും ഈ ഒരു വിഷയം ക്ലിയർ ആയിത്തല്ലേ ഹൈലായ പെണ്ണ് എല്ലാ തിങ്കളും 5 നാൾ 6 നാൾ ആവറും അതേപോലെ ഈ തിങ്കളും അത് കുളിച്ചിട്ടുള്ള ശുദ്ധിയുള്ള നിസ്കരിക്കുള്ള തുടങ്ങിയാൽ പിന്നെ ആയിട്ടിക്കിട് ബ്ലീഡിങ് കാണുമ്പോൾ അത് ഇസ്തിഹാലത്തിന് തൊറ്റടിക്ക് അത് ഇസ്തിഹാലത്തായിട്ട് കണക്കൂട്ടുകാർ ചില പെണ്ണിങ്ങൾ തീറാ അവിടെ നോക്കണോ എന്നൊക്കെ ഹൈലായ നാളിനെ പിടിച്ചിട്ട് ഈ ടൈം തോന്നി ഇപ്പൊ ഈ ബ്ലീഡിങ് കാണുമ്പോൾ 15 നാളായി തിന്നെങ്കിൽ 15 നാളുടെ ഉൾക്കാട്ടായി തിന്നെങ്കിൽ അത് ഹൈലായിട്ട് കണക്കൂട്ടണം നിസ്കരിക്കുക തീറ 15 നാൾ ക്രോസ് ആയിട്ടായിട്ട് ഈ കണ്ടതെങ്കിൽ ഉദാഹരണം ഒരു പെണ്ണുക്ക് 1 താരീഖ് ഹൈലൈറ്റ് 5 താരീഖ് തോന്നും അതായിട്ടായി പിന്നെ നിന്നിട്ട് പെണ്ണ് കുളിച്ചാൽ 16 താരീഖ് 2 വാപസ് ബ്ലീഡിങ് കണ്ടെങ്കിൽ ഈ പെണ്ണ് എന്താക്കണോ അത് ഹൈലായിട്ട് കണക്കൂട്ടോ തീരാ അത് ഇസ്തിഹാലത്താക്കണോ ഇസ്തിഹാലത്ത് മരിച്ചിട്ട് എന്താക്കണോ നിസ്കരിക്കണോ ഇതായിട്ട് വിഷയം അപ്പോൾ ഒരു വിഷയം എല്ലാവർക്കും ക്ലിയർ ആയി ചമ്മ പെണ്ണിക്ക് പണ്ട് ഒരു ഡൗട്ടായിട്ട് കിടത് എന്തിനാക്കണം 15 നാളെ വിട്ടിട്ടു ഇത് കണ്ടതുണ്ടായിട്ട് ഇസ്തിഹാലത്താക്കണോ ഇസ്തിഹാലത്തായി എന്താക്കണം നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണോ അതും ഒരു വിഷയമുണ്ടോ എങ്ങനെ നിസ്കരിക്കണം ചെന്നെങ്കിൽ ഈ ഇസ്തിഹാലത്തായ പെണ്ണും മൂത്രവാർച്ചക്കാരുണ്ട് നിങ്ങൾ ചൊല്ല മൂത്ര ഇറ്റോട്ടിക്കറ് ചില വയസ്സുള്ള ആൾമാർ അപരൂപത്തിൽ ചില ബാലക്കാരനും ഇങ്ങനത്തെ ഒരു രോഗബന്ധം അല്ലാഹു നിങ്ങളെ കാത്തു സലാമത്താക്കട്ടെ അപ്പൊ മൂത്രവാർച്ചക്കാരൻ ചൊല്ല മൂത്രം എപ്പോഴും ഇറ്റോട്ടിക്കറ ആൾമാർ ഇങ്ങ ജണ്ടാളും നിസ്കരിക്കുന്ന വിഷയത്തിൽ ഒരു പോലെ ആറ് ഇസ്തിഹാലത്തായ പെണ്ണും ഈ ചൊല്ലത്തെ ആണിങ്ങവും മൂത്രവും ഇതായിട്ടുള്ള മൂത്രം ഇറ്റോണ്ടേക്കത്തെ ആണിങ്ങവും അത് എന്തിനാക്കണോ ചെന്നെങ്കിൽ ടോട്ടൽ ഒന്ന് പഠിച്ചു നോക്കറോ ഇസ്തിഹാലത്തായെങ്കിൽ നിസ്കരിക്കൽ നിർബന്ധം എങ്ങനെ നിസ്കരിക്കൽ നിർബന്ധം ചെന്നെങ്കിൽ ഇപ്പൊ ലുഹുർ നിസ്കരിക്കലുണ്ടായിട്ടെങ്കിൽ ലുഹുർ നിസ്കാരത്തേക്ക് ബാങ്കാവണം ബാങ്കായ പിന്നെ ഈ പെണ്ണിങ്ങ പോയിട്ട് ശുദ്ധിയാവണം ഇസ്തിഹാല ചൊല്ലുമ്പോൾ രക്തം ഇങ്ങനെ പോയോണ്ടിക്കറല്ലേ ആ പോയോണ്ടിക്കുമ്പോൾ ലുഹുർ നിസ്കരിക്കലുണ്ടായി ലുഹുർ ബാങ്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് ഈ പെണ്ണിങ്ങ അത് ഫുള്ള് ശുദ്ധിയാക്കിയിട്ട് എടുക്കണം ഈ ഇസ്തിഹാല രക്ത ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം എങ്ങനെ ക്ലീൻ ആക്കാൻ ചെന്നെങ്കിൽ ഒരു പെണ്ണിങ്ങ മൂത്രബീത്തകു ദെച്ചെങ്കിൽ വെളിവാവുരണിക്കത്തെ ജാഗ ഒരു പെണ്ണിങ്ങ മൂത്രബീത്തകുടനായിട്ട് ദെച്ചെങ്കിൽ കാണ്ടണിക്കത്തെ ആ ജാഗ ഉണ്ടല്ലേ ആ ജാഗ ക്ലിയർ എത്തിക്കണോ അതും വിട്ടിട്ട് ഉൾഗ ആ കാണ്ട ജാഗ അല്ല അതും വിട്ടിട്ട് ഉൾഗമേ നജസര ഈ രക്ത ഇതെല്ലാം ഉൾഗമേ സ്റ്റോപ്പ് ആവും ഈ കാണ്ട ജാഗല് ഒരു കാരണവശാലും രക്ത കാണാൻ തീര ആ നിലക്ക് ഇതാക്കണോ അപ്പൊ പെണ്ണിങ്ങ ക്ലീൻ ആക്കുമ്പോ സ്വാഭാവികമായിട്ട് പരത്തിയ അങ്ങനെ എന്തെങ്കിലും വെക്കണായി വരും എവിടെ വെക്കണോ ഈ വെച്ച പറത്ത് പോന്നിട്ടുണ്ടു അങ്ങനെ തന്നെ നിസ്കരിക്കാവല്ല പറത്ത് ചെന്നെങ്കിൽ ഏത് ജാഗ മൂത്രബീത്തൊക്കെ ദെക്കുമ്പോ ആ വെളിവാവൂരെ ജാഗ ടച്ച് ആയിട്ടുണ്ട് ഒരു പരത്തി ഉൾഗത്തിൽ വെച്ച പരത്തി ടച്ച് ആയിട്ടുണ്ട് ഈ കാണ്ട ജാഗകൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നജസ് പറത്തു പോകുന്നുണ്ടു നല്ല ജാഗക്ക് നജസ് തട്ടി കൊണ്ടുണ്ടു നിസ്കരിച്ചാൽ ശരിയാവില്ല ഈ ദെക്കുമ്പോ വെളിവാവൂരെ ജാഗ ഇറക്കാണ് ഉൾഗാവണം ഉൾഗ പറത്തിയല്ല വെച്ചിട്ട് ആയ പിന്നെ എന്തിനാക്കണോ അവിടുത്തെ ക്ലിയർ ആയ പിന്നെ ഉതു എടുക്കണം നിസ്കരിക്കണം ഒരൊക്കെ ഉതു എടുത്തെങ്കിൽ ഒരു ഫർദിന് മാത്രം അവകാശം ഒരു ലുഹുർ നിസ്കാരത്തിന് മാത്രം പിന്നെ സുന്നത്ത് നിസ്കാരം എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഇപ്പൊ അവിടെ അസർ ബാങ്കാവുമ്പോൾ ഉതു കൊണ്ട് നക്ക് ചെന്നിട്ട് പോയിട്ട് നിസ്കരിക്കാവില്ല അസർ ബാങ്കായ പിന്നെ ഇതേപോലെ ശുദ്ധിയാക്കണം മറക്കണ്ട എങ്ങനെ മൂത്രബീത്തൊക്കെ ഒരു പെണ്ണിനെ ദെക്കുമ്പോ വെളിവാവരെ ആ കാണ്ട ജാഗ അത് പറത്തായിട്ട് കണക്കൂട്ടണം അത് ഉൾഗാണ്ടല്ല അത് ആ ജാഗ എന്തും നജസിക്കോ തീറ ക്ലീനിക്കും അതിനെ കാണാൻ ഉൾഗ ഈ പറത്തിരല്ല വെക്കണം റമദാനിലായി തിന്നെങ്കിൽ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിക്ക് ഇസ്തിഹാലത്തായെങ്കിൽ പറത്തിയും ഉൾഗ കടത്തൊക്കെ തീറാ നോമ്പല്ലാത്തപ്പ ഉൾഗ വെക്കാൻ നോമ്പിലുണ്ടായെങ്കിൽ ഈ പറത്തി ഉൾഗ കടത്തിയെങ്കിലും നോമ്പ് ബാത്തിലാവൂറോ
ಜಾಗ್ರತೆ ಹಾಕೋಣ. ಗೊತ್ತಾಯ್ತಲ್ಲ, ನೋಂಬು ഞങ്ങൾ എന്തെങ്കിലും ഒരു സാവണ തടിയിലെ ഉൾക പോയെങ്കിൽ നോമ്പ് വാത്തിലാവും. അത് കാതുക് ഒരു ചെറിയ ബഡ്സ് ഇട്ടതായെങ്കിലും കാതുക് ബഡ്സ് ഇടുമ്പോൾ നോമ്പലോ ഞങ്ങൾ ഈ ചെറിയ ബെറൽ ഇങ്ങനെ കാത് കിട്ടെങ്കിൽ എത്ര ഉൾക പോണ്ടു അത്ര മാത്രം ബഡ്സുക്ക് അലൗഡ് ഉണ്ടു. അതിനെ കാണാൻ യാര പോയെങ്കിൽ നോമ്പ് ഞങ്ങൾക്ക് ബാത്തിലാവും. എന്നതുപോലെ ഈ ക്ലീൻ ആക്കുക വെക്കിற പറത്തി ഉൾക ഇട്ടെങ്കിൽ ക്ലീൻ ആക്കുക ഉൾക വെക്കുമ്പോൾ ഉൾഗനെ വീടണം. അപ്പൊ എന്താക്കണം നോമ്പു നോമ്പിൽ പറത്ത് ചെന്ന ക്ലീൻ ആക്കോರು ആവുരത്തിൽ ക്ലീൻ ആക്കോರು ഉൾഗത്തിൽ വെക്കോത്തിയറ. അങ്ങനെ പിന്നും ബന്നെങ്ക ആ ബന്ധത്തിൽ നോമ്പ് കാരണമായതുകൊണ്ട് നോമ്പുകൊണ്ടുള്ള റീസൺ വെച്ചിട്ട് മാഫ് നൽകപ്പെടും ചൊല്ലായിട്ട് കിതാബിലും കാണണം. മുന്തായിത്തല്ലേ ആ നിലക്ക് ക്ലീൻ ആക്കണം. ഈ ചൊല്ലി ഇത് ഇസ്തിഹാദത്തിലുണ്ട്. ഈ മൂത്ര വാർച്ചക്കാരായ ആണ്ട് ഹുക്കും അതേപോലെ ചെല്ലോ. കാരണം എപ്പോഴും മൂത്രം എത്തിക്കൊണ്ടേക്കിറങ്ങി അവನು ബാങ്കായ പിന്നെ പോയിട്ട് ശരീ മൂത്രമുള്ള വീത്തിട്ട് അവരെ പോലെ മൂത്ര ശരീ വീത്തിട്ട് കൽകിത്ത് ഉതെടുക്കണം. വേഗം വന്നിട്ട് നിസ്കരിക്കണം. എന്തായിത്തല്ലേ ഇതായിട്ടിക്കട് വിഷയം. അപ്പൊ ഹൈദ് എന്തെന്ന് ചെന്ന് നിഫാസ് എങ്ങനെ അടിക്കല് ചൊന്ന് ആ ഇസ്തിഹാദത്ത് എപ്പ രണ്ട് ചൊന്നതാണ്. എങ്ങനെ അതിന് ഫസ്റ്റ് ചൊല്ലുമ്പോൾ ഞാൻ വിട്ടുപോയ ഷോർട്ട് ചെന്ന് ഒരു നാളെ കുറവ് കണ്ടെത്തും. അപ്പൊ അത് ഇസ്തിഹാദത്തായിട്ട് കണക്കൂട്ടണം ചെന്ന്. അപ്പൊ ഒരു പെണ്ണിന് ഒരു ഡൗട്ട് എന്തോ ഇപ്പൊ ഉസ്താദ ഉണ്ട് ഇന്റെ ഒരു 10 താരീഖ് ഉണ്ട് മെരിക്കാം ഇന്റെ ഒരു പെണ്ണുക്ക് ഹൈദ് ഒരു രക്ത ഒരു ബ്ലീഡിങ് കണ്ടിട്ടായിട്ടാകുമ്പോൾ അത് നിരിച്ചാൽ എന്നൊക്കെ ഹൈലായിട്ട് ഇക്കൊണ്ടു ഒരു അരഗണ്ട കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അത് ഇല്ല ഫുള്ള് നിന്ന് സ്റ്റോപ്പായി പിന്നെ ഇല്ല അതിന് ഹൈലാക്കോറാ ഇല്ല ഹൈലായി ഒരു നാൾ ഇക്കോട്ടെ. അപ്പൊ ഇനി ഇസ്തിഹാദത്ത് അപ്പൊ ഹൈമ നിരിച്ചിട്ട് ഞാൻ ലുഹർ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല ഉസ്താദെ എന്തിനാക്കണം. പിന്നെ ഗൊന്തയിത്തല്ലേ ഇത് ഇസ്തിഹാദത്തുണ്ട് ശുദ്ധിയാക്കിയിട്ട് വേഗം നിസ്കരിക്കണം. അപ്പൊ ലുഹർ നിസ്കാരിച്ച അസർ നിസ്കാരത്തെ ടൈമിലായിട്ട് ഇത് ഹൈല അല്ല ഗൊന്തായെന്ന് നിൽക്ക്. അപ്പൊ ലുഹർ കഥാക്ക് ശിക്ഷ ഉണ്ടാ? ശിക്ഷയുള്ള ഒരു കഥ അല്ല ഇത്. ഊടെന്താക്കണോ നിസ്കരിക്കണം. ലുഹർ 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആല വേനായിട്ട് നിസ്കരിക്കുക. ചൊന്ത് നിസ്കരിച്ച മയ്യോ ഖലാ അദാ ചൊന്ത് സ്പഷ്ടനാക്കൽ നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. മനസ്സിലങ്ങനെ എന്നെ മയ്യാവും എൻ്റെ ലുഹറിന്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കേണ്ടത് ഞങ്ങൾ ഖലാ ആക്കിയാണ് ഇല്ലേണ്ടത് അത് അള്ളാഹു അല്ലേ കൊണ്ടു ഞങ്ങൾ നിസ്കരിച്ചിട്ട് കറക്റ്റ് അത് തീർക്കണം. ഇസ്തിഹാദത്തായിട്ട് നിങ്ങൾ ശുദ്ധിയാക്കുന്ന രൂപനാ ചൊന്ന് ഈ രൂപത്തിലായിട്ട് ഹൈലനാ ചൊന്ന് നിഫാസ് ചൊന്ന് ഇസ്തിഹാദത്തും ചൊന്ന് ശുദ്ധിയാക്കണായ രൂപവും ചൊന്ന്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇന്നെങ്കിൽ നന്നിട്ട് ഒരു കാര്യം സ്പഷ്ടമായിട്ട് ചൊല്ലേ നിങ്ങൾ ഹജ്ജിന്റെ ക്ലാസ് എടുക്കാം, നോമ്പര വിഷയത്തിലെ ക്ലാസ് എടുക്കാം, അതുപോലെ വേറെ ഇത്തര പിന്നെ സക്കാത്തിന്റെ വിഷയത്തിൽ എടുക്കാം. വേറെ എന്ത് ക്ലാസ്സും നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാവും. ഹൈദ് നിഫാസ് ഇസ്തിഹാദത്തും ചൊല്ലുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ചൊന്ത കൊടുക്കാൻ സാധ്യമല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എതിർ ആൾമാരെ എതിർ ദെപ്പാട്ടിട്ട് നിങ്ങളെ ഡൗട്ട് എന്തിനായിട്ട് ഇങ്ങനെ കേട്ട് അങ്ങനെ കേൾക്കുന്നതിന് ഇങ്ങനെ ഉത്തരം ചൊല്ലാണ്ട് ഇങ്ങനെ സറാഗായിട്ട് ബാക്കി ഇത്ര ക്ലാസ് എടുക്കുന്ന പോലെ ഹൈദ് നിഫാസ് ക്ലാസ് എടുക്കാവില്ല. കാരണം പല ആൾമാരുടെ ഡൗട്ട് പല രൂപത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ രൂപത്തിൽ ആൻസറാ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മസലമാ പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഡൗട്ട് ನಾನು ഈ ചൊന്ന വിഷയമല്ല അതിൽ എന്നിട്ട് നിങ്ങൾ കേൾക്കാനുണ്ടായിട്ടെങ്കിൽ ഞാൻ അതിന് ഓൾറെഡി ചൊന്നരാണ്ട് നിങ്ങൾക്ക് അറിയിക്കുക. അതല്ലാണ്ടായി ചെല്ലാത്തതുണ്ടായി തിന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ചെമ്മ ക്വസ്റ്റ്യൻ ഇന്നെങ്കിൽ അതിന് ആൻസർ ആക്കരുത് എൻ്റെ ജവാബ്ദാരി ആയിട്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ക്വസ്റ്റ്യൻ ആൻസർ ചൊന്നിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങളെ മുന്നിൽ വണ്ട് ഈ ചൊന്ന ഇൻഫോർമേഷൻ നിങ്ങൾക്കെല്ലാം പഠിക്കൽ നിർബന്ധമുള്ളതായിട്ടിട്ട്. പണ്ട് കാലത്ത് മദ്രസ പഠിച്ചില്ല, അത് പോയിട്ടില്ല, ഇവിടെ പോയിട്ടില്ല എന്നല്ല നിങ്ങൾക്ക് സബബ് ചൊല്ലുക സാധ്യമില്ല. ഈ കാലഘട്ടത്തിൽ പഠിക്കുള്ള ചമ്മ വേ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇത്തര സോഷ്യൽ മീഡിയ ഉണ്ട്, കേൾക്കുക ഉസ്താദുമാരുള്ളാറ് ഏത് രൂപത്തിലും. പണ്ട് കാലത്ത് കേൾക്കുക ഒരു ഫോൺ പോലും ഇല്ലാത്ത ഇപ്പൊ കേൾക്കുക ഫോണുണ്ട്. ഗൊന്തുള്ളങ്ങൾട്ടെ കേൾക്കാം, നിങ്ങളെ മാപ്പിളമാട്ട കേൾക്കാം, മാപ്പിളമാട്ട കേപ്പാട്ടിത്ത് ഉസ്താദുമാട്ട കേപ്പാട്ട അങ്ങനത്തെ പല രൂപത്തിലുണ്ട്. പഠിച്ചിട്ടില്ല റബ്ബേ എന്തിനീ നീ നിന്റെ നിസ്കാരത്തെ ഇങ്ങനെ ആക്കിയേ, എന്തൊക്കെ നീ ഹൈമിലെ ടൈമിൽ നീ നിസ്കരിച്ചേ, എന്ത് ഇസ്തിഹാദത്തിന്റെ ടൈമിൽ നീ നിസ്കരിച്ചിട്ടില്ല ചൊല്ലുമ്പോൾ അല്ലാഹ് കേൾക്കുമ്പോൾ നിനക്ക് ഗൊന്തില്ലാണ്ട് പഠിച്ചവനായിട്ട് ചൊല്ലുകൊള്ളു അവകാശ ഇനിയില്ല. പഠിക്കണോ ഇത്തര പെണ്ണുങ്ങളും ഇതിന്റെ വിഷയത്തിൽ മാഹിത്തി കൊടുക്കണോ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.